അശ്വതി ചേച്ചി, ആന്റി. എന്താ ശ്രേയ, നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? ഇന്ന് നിനക്ക് വിനയ അല്പം കൂടുതലാണല്ലോ, എന്തുപറ്റി? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഓഫീസിൽ നിന്ന് ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നല്ലേ, അതുകൊണ്ട് ചോദിച്ചാ. എങ്കിലേ നല്ല കടുപ്പത്തിലൊരു ചായ എടുത്തോ. ചെറിയൊരു തലവേദനയുണ്ട്, അതങ്ങ് മാറിക്കോട്ടെ. ശ്രേയ പോയി ചെന്ന് ഫ്രഷ് ആയിക്കോളൂ. ഞാൻ ചായ ഉണ്ടാക്കി അങ്ങോട്ട് വരാം. ഇവൾക്കൊരു മാറ്റം പ്രകടമായിട്ട് കാണുന്നുണ്ട്. എന്തായിരിക്കും കാര്യം? മോളെ, എന്താ ആന്റി? അയ്യോ, മോളുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? പനിയുടെ ലക്ഷണം വല്ലതുണ്ടോ? ഏയ്, പനിയൊന്നുമില്ല. ചെറിയൊരു ഹെഡേക്ക് ഉണ്ട്, അതിന്റെ മാറിക്കോളും. ചാരു ചായ എടുക്കാൻ പോയിട്ടുണ്ട്. ഓ, മോള് വന്ന ഉടനെ മോളെ കയ്യിലെടുക്കാനുള്ള പണികൾ തുടങ്ങി അല്ലേ? അവൾ ആള് മിടിക്കുക. മിക്കവാറും ചായ വേണോന്ന് ശ്രേയോട് അവൾ അങ്ങോട്ട് ചോദിച്ചതായിരിക്കും അല്ലേ? അതേലോ. എന്തു പറ്റി അവൾക്ക്? ഇതിനെയാണ് അടവു നയമെന്ന് പറയുന്നത്. രാഷ്ട്രീയത്തിലൊക്കെ നമുക്ക് ഭാവിയിൽ അപകടം ചെയ്യുമെന്ന് തോന്നുന്നവരെ കൂടെ നിർത്താൻ നടത്തുന്ന ചായ സൽക്കാരം. അതാ ചാരു ഇപ്പൊ പ്രയോഗിച്ചത്. വളച്ചുകെട്ടലുകളൊന്നും വേണ്ട, എന്താന്ന് വെച്ചാ തുറന്നു പറ. വളച്ചു കെട്ടി പറയേണ്ട ചില കാര്യങ്ങൾ വളച്ചു കെട്ടി തന്നെ പറയണം, അല്ലെങ്കിൽ മോൾക്കത് ഫീൽ ചെയ്യും. ഒന്നാമത് മനുഷ്യൻ തലവേദന എടുത്ത് നിൽക്കാം, അതിന്റെ കൂടെ ടെൻഷനും കൂടെ തരല്ലേ? ആന്റി, എന്താന്ന് വെച്ചാ തുറന്നു പറ എന്നോട്. അത് പിന്നെ ഞങ്ങളിത് പറയുന്നതിന്റെ പേരില് മോക്ക് ഞങ്ങളോട് വിഷമമൊന്നും തോന്നരുത്. ഞങ്ങളത് ചോദിച്ചില്ലെങ്കിൽ എന്തെങ്കിലും സത്യം അറിയുമ്പോ ശ്രേയ തന്നെ ഞങ്ങളോട് ചോദിക്കും എന്താ അത് പറയാതിരുന്നേന്ന്. കാര്യം എന്താന്ന് വെച്ചാ പറയുന്നുണ്ടോ? ഇല്ലേ? ഇല്ലെങ്കിൽ ഞാൻ പോവാം. മോളെ, പൊന്നു പറയാം മോളെ. അത് പിന്നെ വേറൊന്നുമല്ല, അനു ഇന്ന് ഞങ്ങളോടൊരു കാര്യം പറഞ്ഞു. അന്ന് മോൾ അനുവിനെ പൂവാലന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചെന്നും അവന്മാരെ പോലീസിൽ പിടിച്ചേൽപ്പിച്ചു എന്നൊക്കെ ഒരു ന്യൂസ് ചാനലിലൊക്കെ വന്നില്ലേ? ചാരുവാണത് കൊടുത്തത്. പക്ഷേ ഇന്നേ അനു പറയാ അവന്മാരെ അടിച്ചു വീഴ്ത്തിയതും പിടിച്ചു കെട്ടിയതും ഒക്കെ ചാരു വന്ന്. അനു ഈ പറഞ്ഞതില് എന്തെങ്കിലും സത്യമുണ്ടോ ശ്രേയ? ശ്രേയ, എന്തെങ്കിലും ഒരു മറുപടി പറ. അച്ചുകുട്ടി ധൃതി വെക്കാതെ ആലോചിക്കാൻ സമയം കൊടുക്ക്.